കോൺഗ്രസ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും വർക്കിംഗ് മെമ്പറും, അതായത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂര് പാർട്ടി വിടുകയാണ്. പാർട്ടി വിടുന്നത് മനം മടുത്തിട്ടാണ്. നേതാക്കൾ ഇങ്ങനെ തൊഴുത്തിൽ കുത്ത്, നേതാക്കൾ ഇങ്ങനെ തരൂരിനെ പിന്നാമ്പുറത്തുനിന്ന് കുത്തി എങ്ങനെയെങ്കിലും തരൂര് പുറത്തു പോകട്ടെ എന്ന് പറഞ്ഞ് അവനെ അവസാനം മനസ്സുമടുത്ത് തരൂർ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. ഇനി അധികകാലം നിൽക്കുന്നില്ല, എങ്ങനെയെങ്കിലും പുറത്തു പോകാം. അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി. അത് എടുത്തു ചാടി അങ്ങ് ചെയ്യില്ല, ഉറച്ച തീരുമാനത്തിലെത്തി. അദ്ദേഹം 3-4 കാര്യങ്ങളിലാണ്. ഒന്ന്, അദ്ദേഹത്തെ കോൺഗ്രസ് വെറുക്കുന്നത്, നേതാക്കൾ വെറുക്കുന്നത് എപ്പോഴും മോദിയെയും മോദി സർക്കാരിനെയും പുകഴ്ത്തുന്നു. അത് എല്ലാ തരത്തിലും പലപ്പോഴും നേതാക്കളൊക്കെ പറഞ്ഞു അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ശശി തരൂർ അത് വകവയ്ക്കാതെ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും പുകഴ്ത്തുന്നത് തുടരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ സർവകക്ഷി സംഘം, പ്രത്യേക സംഘം, ദൗത്യ സംഘം രാജ്യങ്ങൾ തോറും സഞ്ചരിക്കുമ്പോഴും അവിടെയും മോദിയെയും മോദി സർക്കാരിനെയും സ്തുതി പാടുന്ന തരത്തിലാണ് തരൂർ പ്രവർത്തിക്കുന്നതെന്ന് ഹൈക്കമാൻഡിന് വിമർശനമുണ്ട്. ആ വിമർശനങ്ങളെയൊന്നും തരൂർ വകവയ്ക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ തരൂരിനെതിരെയുള്ള ആരോപണം. മറ്റൊന്ന്, നേതാക്കൾക്ക് മറുപടി കൊടുക്കുന്നില്ല. നേതാക്കളെയൊക്കെ തൃണവൽഗണിക്കുന്നു. നേതാക്കളെയൊക്കെ പുറംകാലിന് തട്ടിക്കളയുകയാണ് തരൂർ ചെയ്യുന്നത്. തരൂരിനോട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ഒന്നുമില്ല. തരൂരിനെ ഇടയ്ക്ക് ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി ഒന്ന് താക്കീത് ചെയ്യാൻ നോക്കിയെങ്കിലും തരൂർ പറയുന്നത് രാജ്യസ്നേഹം, ഇക്കാലത്ത് സ്വന്തം രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പോലും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലമാണോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. രാജ്യത്തെ സ്നേഹിക്കേണ്ട സമയത്ത് രാജ്യം ഒരു ദൗത്യമേൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നത് ഒരു പൗരന്റെ കടമയാണ്. ആ കടമ നിർവഹിക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ല എന്ന തരത്തിൽ തരൂര് പൊതുസമൂഹത്തോട്, പ്രത്യേകിച്ച് ഒരു വാർത്താ ഏജൻസിയോട് അങ്ങനെ ഓപ്പണായി സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. രാഹുൽ ഗാന്ധി നാഴിക്ക് 40 വട്ടം മോദിയെ വിമർശിക്കുന്നു. മോദിയെ പലതരത്തിൽ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊക്കെ BJPയോ അല്ലെങ്കിൽ മോദിയോ അല്ല പ്രതിരോധം തീർക്കുന്നത്. അവിടെ നിന്ന് തരൂരാണ് പ്രതിരോധം തീർക്കുന്നത്. തരൂര് കൃത്യമായി കാര്യങ്ങൾ പറയുമ്പോൾ അത് മോദിക്കും മോദി സർക്കാരിനും ഗുണകരമായി തീരുന്നു. അത് പ്രതിപക്ഷത്തിനും, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന സർക്കാരിനെതിരെയുള്ള, മോദിജിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് തരൂരിൻ്റെ പ്രത്യാക്രമണം വിലങ്ങുതടിയാവുകയും ചെയ്യുന്നുണ്ട്. ഇത് കോൺഗ്രസും തരൂരും തമ്മിലുള്ള രാഷ്ട്രീയ വൈര്യം, അല്ലെങ്കിൽ ഒരേ കുടുംബത്തിൽ തന്നെ തമ്മിലടിക്ക് വലിയ കാരണവുമാകുന്നുണ്ട്. കേരളത്തിലെ നേതാക്കൾക്കാണെങ്കിൽ തരൂരിനെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിച്ചാൽ മതി എന്ന ആഗ്രഹമാണ്. പ്രത്യേകിച്ച് VD സതീശനും KC വേണുഗോപാലും ഒക്കെ തരൂരിനെ കണ്ണു കീറിയാൽ കണ്ടുകൂടാ ആ അവസ്ഥയുമാണുള്ളത്. അതുകൊണ്ടാണ് തരൂർ ഉറച്ച തീരുമാനത്തിലെത്തുന്നത്. എന്തു വന്നാലും പാർട്ടി വിടുക. തരൂർ എന്നിട്ട് പറയുകയും ചെയ്തു, ജനങ്ങൾക്ക് എന്നെ വേണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം, ജനങ്ങൾക്ക് എന്നെ വേണം. അത് പാർട്ടി തിരിച്ചറിയണം. പാർട്ടി തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് വേണം പാർട്ടി പെരുമാറാൻ. ജനങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ്, തന്നെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത്, രാജ്യത്തിന് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്. അത് പാർട്ടി മനസ്സിലാക്കി അതിനനുസരിച്ച് പാർട്ടി നിലപാടെടുക്കണമെന്നാണ് തരൂരിൻ്റെ പക്ഷം. എന്നാൽ പാർട്ടി പറയുന്നത് ആദ്യം പാർട്ടി, പിന്നീട് രാജ്യം, അത് മതി എന്ന തരത്തിലാണ് പാർട്ടി ലൈൻ. അത് തരൂരിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ നിലവിൽ തരൂർ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ ശബ്ദമുയർത്തുന്നത്. മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഗാന്ധി കുടുംബത്തിനും ഒക്കെ അടിമപ്പെട്ട് പോകുന്ന നേതാക്കളാണ് എന്നാണ് പരസ്യമായ വിമർശനങ്ങൾ. ഇനി തരൂര് കോൺഗ്രസ് വിട്ടാൽ എന്ത് ചെയ്യും? BJPയിൽ ചേരുമോ? തരൂർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കൊന്നും പോകുന്ന പതിവില്ല, പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. പ്രത്യേകിച്ച് BJPയുടെ രാഷ്ട്രീയ സമീപനത്തോടോ നയങ്ങളോടോ തനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് BJPയിലൊന്നും ചേരില്ല. പക്ഷേ ജനങ്ങൾക്ക് എനിക്ക് എൻ്റെതായ വഴിയുണ്ട്. എഴുത്ത്, വായനാ, പ്രസംഗം, അല്ലെങ്കിൽ നയതന്ത്രപരമായ ഇടപെടലുകൾ, നയതന്ത്ര ചർച്ചകൾ, അത്തരം കാര്യങ്ങളിലൊക്കെ താൻ സജീവമായി ഉണ്ടാകും. എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ടെന്നൊക്കെ അദ്ദേഹം തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു മാർഗമായിരിക്കും, ശൈലിയായിരിക്കും തരൂർ സ്വീകരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം തരൂർ സ്വീകരിക്കുക എന്ന്. എന്നാൽ BJP പാളയം പറയുന്നത് അങ്ങനെയല്ല. ഈ 2027 ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിൻ്റെ കാലാവധി കഴിയും. അപ്പോൾ നരേന്ദ്രമോദി തരൂരിന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം 2027 നിങ്ങളെ ഉപരാഷ്ട്രപതിയാക്കാം, അതായത് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ശശി തരൂരിന് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. കാരണം ശശി തരൂർ അത്രമാത്രം കഴിവുള്ള നേതാവാണ്, മികവുറ്റ വാഗ്മിയാണ്, അതുപോലെ തന്നെ എഴുത്തുകാരനാണ്. ലോകമാകമാനമുള്ള ആളുകൾ ശശി തരൂരിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ട് എന്ന് മോദിക്കറിയാം. അതുകൊണ്ടാണ് മോദി പറഞ്ഞത് നിങ്ങളെ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയാക്കാം എന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു 2027. അതുവരെ മറ്റ് ഏറ്റവും സുപ്രധാനമായ നയതന്ത്ര പദവി നിങ്ങൾക്ക് ഏതെങ്കിലും നൽകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും
തരൂർ ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഇക്കാര്യത്തിലൊക്കെ ഒരു പൊരിഞ്ഞ പോരാട്ടം കോൺഗ്രസിനുള്ളിൽ നടക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നത്. തരൂർ വന്ന ശേഷം അറിയാം പാർട്ടി വിടുമോ, പാർട്ടിക്കൊപ്പം നിന്ന് പാർട്ടിക്കെതിരെ പോരാട്ടം തുടരുമോ എന്ന്.